ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PYQസിനായിട്ട് നിങ്ങൾക്ക് യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാം. ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിൽ മൊഡ്യൂൾ 3 വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 2022 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 3 ക്വസ്റ്റ്യൻ ഒരുമിച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യനും ഒരു സെയിം ടോപ്പിക് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് ടോപ്പിക് നോക്കാം. ഡിസ്കസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ യൂസിങ് എ സൂട്ടബിൾ ഫിഗർ ഗിവ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. ഓക്കെ, ഇത് പാർട്ട് ബിയിൽ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് 2023 എത്തിക്കഴിഞ്ഞാലോ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റമില്ല, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പാർട്ട് 2024 എടുത്തു നോക്കിയാലോ, ഇത് പാർട്ട് സിയിലാണ് ചോദിച്ചിരിക്കണേ. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ പാർട്ട് ബിയിൽ ചോദിച്ച സെയിം ആയിരുന്നു തന്നെ എന്ത് ചെയ്തിട്ടുള്ളത് പാർട്ട് സിയിലും ചോദിച്ചിട്ടുള്ളത്. എന്തില്ല, കണ്ടന്റിലോ തിയറീൻ്റെ എത്ര വേണമെന്നുള്ളതിലോ പ്രത്യേകിച്ച് എന്തില്ല, വ്യത്യാസങ്ങളൊന്നും ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ, ഈ ഒരു സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതെന്താണ്, ഇതെന്തിനാണ് യൂസ് ചെയ്യണത്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്. എന്തിനാണ് യൂസ് ചെയ്യണത്? ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്, നമ്മുടെ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് എന്തും കൂടെ വേണ്ടിയിട്ടാണ്, രണ്ട് മാഗ്നറ്റിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, ടു ഡിറ്റർമിൻ ദ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എന്ത് വേണ്ടിയിട്ടാണ്, നമ്മൾ BH കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യണത്? ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോർഷണൽ ഓർ വൈബ്രേഷണൽ മോഷൻ ഓഫ് എ മാഗ്നറ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എന്തിൻ്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യണത്? ഒരു മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് വേറൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് എന്ത് ചെയ്യും, അതൊരു ടോർഷണൽ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വൈബ്രേഷണൽ എഫക്റ്റ് ഉണ്ട്. അത് ആ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യണത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, എന്തായിരുന്നു, ഇതൊരു ഗ്ലാസ് ജാറാണ് ഉണ്ടാവുക. ആ ഗ്ലാസ് ജാറിൽ എന്തുണ്ടാവും, എന്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് ആ ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ തൂക്കിയിടുക ചെയ്യാറ്. ഓക്കെ, തൂക്കിയിടുന്ന സമയത്ത് അതിങ്ങനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, റൊട്ടേറ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ. ഈ അപ്പാരറ്റസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കണം നമുക്ക്. അതായത് നമ്മുടെ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ അപ്പാരറ്റസ് എന്താ ഉണ്ടാവുക, ഇത് ടോട്ടൽ എന്തിലാണ് ഉണ്ടാവുക, ഒരു ഗ്ലാസ് ജാറിലാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഗ്ലാസ് ജാർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്ലാസ് ജാറിലാണ് ഉണ്ടാവുക. ഈ ഗ്ലാസ് ജാറിനുള്ളിൽ ഇത് കണ്ടോ, ഒരു ബ്രാസ് ബ്രാസ് നോബിൻ്റെ അറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മാഗ്നറ്റിക് നീഡിൽ. ഓക്കെ, ഒരു മാഗ്നറ്റിക് നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇത് എന്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക, ഒരു ഫൈബറിൻ്റെ അറ്റത്ത്. ഓക്കെ, ഒരു ഫൈബർ ഉണ്ടാവും. ആൻഡ് എന്തുണ്ടാവും, അതിൻ്റെ അറ്റത്തൊരു ബ്രാസ് നോബ് ഉണ്ടാവും. അതിൻ്റെ അറ്റത്താണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. മേലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഗ്ലാസ് ജാറിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു നോബ് ഉണ്ടാവും. അതിൻ്റെ ഒരു സ്ക്രൂ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ മേലെയുള്ള സ്ക്രൂ പറഞ്ഞിട്ടുള്ളേ, ഈ സ്ക്രൂവിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ മാഗ്നറ്റിക് നീഡിൽ പറഞ്ഞല്ലോ ഞാൻ, ഈ മാഗ്നറ്റിക് നീഡിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഒരു അലൂമിനിയം പോയിൻ്റർ. ഓക്കെ, അലൂമിനിയം പോയിൻ്റർ AB കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഒരു ഗ്ലാസ് ജാർ ഉണ്ടാവും. ഗ്ലാസ് ജാറിൽ എന്തുണ്ടാവും, ഒരു ഫൈബർ ഉണ്ടാവും. ഫൈബറിൻ്റെ അറ്റത്ത് നമ്മുടെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇത് എവിടെ ഉണ്ടാവുക, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ബ്രാസ് നോബ് ഉണ്ടാവും. ആൻഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് ടോട്ടലായിട്ട് ഇതിൻ്റെ മേലെ ഗ്ലാസ് ജാറിൻ്റെ ടോപ്പിൽ ഒരു സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫൈബറിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് ഇതിനെ
ഈ സ്ക്രൂ വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ നീഡിലിന് താഴെയായിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു അലൂമിനിയം പോയിന്റർ AB കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇതാണ് ഒരു സേഴ്സ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വെച്ചിട്ടാണ് ഈ സേഴ്സ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ വർക്ക് ചെയ്യണത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു നീഡിലോ എന്തെങ്കിലും വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുക, അതൊരു ടോർഷണൽ എഫക്റ്റ് ഉണ്ടാവും. അതായിരുന്നല്ലോ നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലെ എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, അത് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഓസിലേറ്റ് ചെയ്യണ സമയത്ത്, അതായത് ഇതെന്തിൽ ഓസിലേറ്റ് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു BH, നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, BH ഉണ്ടാവും. ഈ BHൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ അതെന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യുമല്ലോ അല്ലേ. അങ്ങനെ ഓസിലേറ്റ് ചെയ്യണം. അതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇത്, നമുക്ക് തിയറിയാണ് ഇനി പറയാൻ പോണത്. നമ്മുടെ തിയറി എന്ന് പറയണത് എന്താണ്, മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡിൽ അത് എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എന്താണ് ഇൻ BH നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ് ചെയ്യാണ്. മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്യും അല്ലേ, ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻ്റെ ടൈം പീരീഡ് T വിൽ ബി ടൈം പീരീഡ് ഞാൻ ക്യാപിറ്റൽ T വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യാം. ടൈം പീരീഡ് T വിൽ ബി ഈക്വൽ ടു 2π√of I ഡിവൈഡ് ബൈ എന്ത് വരും, ഡിവൈഡ് ബൈ ക്യാപിറ്റൽ MBH. ഓക്കെ, I എന്താണ്, നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, ആൻഡ് M എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്. BH എന്ന് പറയുന്നത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ്. T എനിക്ക് എന്ത് കിട്ടി, ഇത് കിട്ടി. ആൻഡ് ഇതിൽ I എന്ന് പറയണതും Iയും M എന്താണ്, കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരിക്കും കേട്ടോ. Iയും M എന്താണ്, കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരിക്കുമല്ലോ. അത് നമ്മളിതിന് സ്ക്വയർ ചെയ്യുക വിചാരിച്ചു. ഈ ടൈം പീരീഡ് നമ്മൾ സ്ക്വയർ ചെയ്യണ സമയത്ത് T² വിൽ ബി ഈക്വൽ ടു എന്താ വരിക, 4π². ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ I ഡിവൈഡ് ബൈ MBH വരും. ഓക്കെ, അത് നിങ്ങൾ നോക്കിയേ, T², ഈ T² നമ്മുടെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഇതിൽ ബാക്കിയെല്ലാം എന്താണ്, കോൺസ്റ്റൻറ്റാ. 4 കോൺസ്റ്റൻറ്റാ, π കോൺസ്റ്റൻറ്റാ, I കോൺസ്റ്റൻറ്റാ, M കോൺസ്റ്റൻറ്റാ, BH. ഓക്കെ, ആൻഡ് ഇതെന്തിന് ആയിട്ടാണ് നമുക്ക് നിലവിൽ നമുക്ക് എന്തിനത് പ്രൊപ്പോർഷനാണെന്ന് പറയാം, നമ്മുടെ T എന്ന് പറയണത്. ഓക്കെ, നമ്മുടെ T² എന്ന് പറയണത് എനിക്ക് എഴുതാൻ പറ്റുന്നത് T² പ്രൊപ്പോർഷണൽ ടു 1/BH എന്ന് എഴുതാൻ പറ്റൂലേ എനിക്ക്. അതായത് എൻ്റെ ടൈം പീരീഡ് എന്ന് പറയണത്, ഓക്കെ, ടൈം പീരീഡ് എന്ന് പറയണത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്, ഇവിടെ നമ്മുടെ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യണത്, എൻ്റെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ഡിപ്പെൻഡ് ചെയ്യണത്. അതിങ്ങനെ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, വേറൊരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ടല്ലോ, ആ മെറിഡിയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ ആ മാഗ്നറ്റിനെ ഇതിൽ പ്ലേസ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഉണ്ടല്ലോ ഉള്ളിൽ, അതിൽ നിന്നൊരു D ഡിസ്റ്റൻസിൽ, ഓക്കെ, ഒരു D ഡിസ്റ്റൻസിൽ എന്താണ് ഓൾറെഡി ഉണ്ടായിരുന്നിട്ടുള്ള നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയന് അതേ ഡയറക്ഷൻ തന്നെ എന്ത് ചെയ്യാണ്, ഈ ഒരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യാണ്, അവിടെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ബാർ മാഗ്നറ്റ് അവിടെ പ്ലേസ് ചെയ്യണ സമയത്ത് നമ്മുടെ ആ സ്ഥലത്തുള്ള രണ്ടും എന്താണ്, പാരലാണ്, രണ്ടും എന്താണ്, നോർത്ത് സൈഡിലേക്കാണ് എന്ത് ചെയ്യുക, ഒന്നിൻ്റെ നോർത്തിൻ്റെ, അത് മാഗ്നറ്റിക് മെറിഡിയൻ്റെ നോർത്ത് സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്യും, എൻ്റെ എക്സ്ട്രാ വെച്ചിട്ടുള്ള ബാർ മാഗ്നറ്റിന് നോർത്ത് എന്ത് ചെയ്യും, പോയിന്റ് ചെയ്യും. അങ്ങനെ ആവുന്ന സമയത്ത്, ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ എനിക്ക് ഇപ്പം നിലവിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഒരു ബാർ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാപിറ്റൽ M ഉള്ള ഒരു ബാർ മാഗ്നറ്റ് കൂടെ ഞാൻ അതിൽ വെക്കണ സമയത്ത് അവിടെ ഉണ്ടാവുന്നതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴാണ്, ആഫ്റ്റർ എ ബാർ മാഗ്നറ്റ് ഓഫ് magnetic moment M placed
എലോങ് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ കേട്ടോ. ഓക്കെ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നില്ല. ആൻഡ് ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി വിൽ ബി എന്തായിരിക്കും? ബി പ്ലസ്, ഞാൻ ബി പ്രൈം എന്ന് എടുക്കുകയാണ്, ബി പ്ലസ് ബി എച്ച് ആയിരിക്കുമല്ലോ അല്ലേ? ബി എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ബി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്തെ ഇപ്പം നിലവിലുള്ള ടൈം പീരീഡ്, ഓക്കെ, നിലവിലുള്ള ടൈം പീരീഡിന് എനിക്ക് എന്ത് ചെയ്യാം? T1 റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ നിലവിലുള്ള എൻ്റെ ടൈം പീരീഡ് T1 സ്ക്വയർ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? T1 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/b പ്ലസ് ബി എച്ച് എന്ന് എഴുതാൻ പറ്റുമല്ലോ ഇല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ എനിക്ക്. ആൻഡ് എനിക്ക് നോക്കി, ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് ഞാൻ 2 എന്ന് വിളിക്കുകയാണ്. ആൻഡ് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഇക്വേഷൻ ഇല്ലേ, ഇതിന് ഞാൻ 1 എന്ന് കൂടെ വിളിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ 1/2 ചെയ്യുക. ഓക്കെ, എനിക്ക് കമ്പാരിസണാണ് വേണ്ടത് ശരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? 1/2 ചെയ്യാണ്. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താ വരിക? ടി സ്ക്വയർ ഡിവൈഡ് ബൈ T1 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താ വരിക? ബി പ്ലസ് ബി എച്ച് റെസിപ്രോക്കലായി വരുമല്ലോ. 1/b പ്ലസ് എച്ച് ആയിരുന്നു, മേലോട്ട് പോവും. ബി പ്ലസ് ബി എച്ച് ഡിവൈഡ് ബൈ ബി എച്ച് വരും. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞ് എന്താ വരിക? ബി ബൈ ബി എച്ച് അതുപോലെ തന്നെ ഉണ്ടാവും. പ്ലസ് എന്ത് വരും? 1 വരൂലേ അല്ലേ? ആൻഡ് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ബി പ്ലസ് ബി ബൈ ബി എച്ച് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ആൻഡ് ഇത് ഞാൻ ബി ബൈ ബി എച്ചിൻ്റെ ടേംസിൽ എഴുതാൻ പോവാം. ബി ബൈ ബി എച്ച് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ വരിക? ടി സ്ക്വയർ ഡിവൈഡ് ബൈ T1 സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞ് എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് T1 സ്ക്വയർ ഡിവൈഡ് ബൈ T1 സ്ക്വയർ എന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇതെന്താണ്? ബി ബൈ ബി എച്ച്. അപ്പോൾ എനിക്ക് ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു ബി എച്ച് ഇൻറ്റു ടി സ്ക്വയർ മൈനസ് T1 സ്ക്വയർ ഡിവൈഡ് ബൈ T1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അത് എനിക്ക് ഈ കേസിലെ നമ്മുടെ മാഗ്നറ്റ്, ഓക്കെ, നമ്മുടെ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെനിക്ക് ബീനെ എങ്ങനെ എഴുതാൻ പറ്റും? എൻ്റെ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്തായിരുന്നു? അതിൻ്റെ ഇക്വേഷൻ വരിക സാധാരണഗതിയിൽ μ0/4π എന്തായിരുന്നു? എം ഡിവൈഡ് ബൈ എന്ത് വരും? 6 വരും അല്ലേ? അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ നിന്ന് ഒരു ഡി ഡിസ്റ്റൻസിലാണ് എന്ത് വെച്ചിട്ടുള്ളത്? നമ്മുടെ മാഗ്നറ്റ് എക്സ്റ്റേണലി നമ്മൾ വെച്ചിട്ടുള്ള ബാർ മാഗ്നറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ബിയെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക? μ0/4π എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ, ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ നിന്നും ഒരു ഡി ഡിസ്റ്റൻസ് അകലെയാണ് എന്ത് വെച്ചിട്ടുള്ളത്? നമ്മുടെ ബാർ മാഗ്നറ്റ് വെച്ചിട്ടുള്ളത്. ഈ കേസ് നമ്മൾ വേറെ ഒരു സ്ഥലത്തും കൂടെ കേട്ടിട്ടുണ്ട്. എന്തിലാണ്? നമ്മുടെ ടാൻജൻറ്റ് ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ, ടാൻജൻ്റ് അല്ല, നമ്മുടെ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ നമ്മൾ എന്തും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു? മൊത്തം ഡിറൈവ് ചെയ്തിട്ട് ബിക്ക് ഒരു ഇക്വേഷനും കൂടെ നമ്മുടെ എന്താ പറയുക, ഒരു റിസൾട്ടൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാണ്? ആ സെയിം കാര്യം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0/4π 2md ഡിവൈഡ് ബൈ ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഓൾ സ്ക്വയർ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, പിന്നെയും ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? സെയിം കണ്ടീഷനാണ്, നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അത് ഒന്നുകൂടെ പിന്നെയും ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആൻഡ് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിനി? ബി കിട്ടി, നേരത്തെ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? ഈ ബീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0/4π ഇൻറ്റു 2md ഡിവൈഡ് ബൈ ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ബി എച്ച് ഇൻറ്റു ടി സ്ക്വയർ മൈനസ് T1 സ്ക്വയർ ഡിവൈഡ് ബൈ T1 സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അല്ല, എനിക്കിതിൽ നിന്ന് എന്ത് കാണാം? എൻ്റെ എം കാണാമല്ലോ. ക്യാപിറ്റൽ എം കണ്ടു കഴിഞ്ഞാൽ ബി എച്ച് ഇൻറ്റു ടി സ്ക്വയർ മൈനസ് T1 സ്ക്വയർ ഡിവൈഡ് ബൈ T1 സ്ക്വയർ. ഇതവിടെ തന്നെ ഉണ്ടാവും. ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ
ഹോൾ സ്ക്വയർ എന്ത് വരും ഇവിടെ 4π വരും മേലെ ഡിവൈഡഡ് ബൈ μ0 വരും, താഴെ എന്തും കൂടെ വരും 2d വരും ഇൻറ്റു 2d കൂടെ വരും. ഓക്കെ, ആൻഡ് ഇതിലേ എനിക്ക് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 4π, അതായത് എൻ്റെ 4π ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു BH എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക 380 എന്ന് എഴുതാൻ പറ്റും. ഇത് എന്താ കോൺസ്റ്റൻസ് ആണ്, ചെയ്ത് കഴിഞ്ഞ് എന്ത് വരും 380 കേട്ടോ വരും, 380 വരും. ആൻഡ് ഞാൻ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? അപ്പോൾ 380 ഇൻറ്റു d സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d ഇൻറ്റു ടി സ്ക്വയർ മൈനസ് T1 സ്ക്വയർ ഡിവൈഡഡ് ബൈ T1 സ്ക്വയർ. ഇതാണ് എൻ്റെ എന്ത് വരിക, എൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഡിയും എല്ലും നമ്മുടെ ഇനീഷ്യലിയുള്ള ടൈം പീരീഡും ആൻഡ് മാഗ്നറ്റ് വെച്ചതിന് ശേഷമുള്ള ടൈം പീരീഡും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ അറിയണം നമുക്കിവിടെ? ഡി അറിയണം, എൽ അറിയണം, ടി അറിയണം, T1 അറിയണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ടി നമ്മൾ എപ്പോഴാണ് കാണുക? തുടക്കത്തിൽ ഒരു മാഗ്നറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ടൈം പീരീഡ് കാണും. ദെൻ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റ് വെച്ചിട്ടുള്ളത് കാണും. ആൻഡ് എന്ത് ചെയ്യാം, നമുക്ക് ബീൻ്റെ ഡിസ്റ്റൻസ് ഡി കാണണം ആൻഡ് നമ്മുടെ ലെങ്ത്ത്. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ സ്ട്രക്ചർ അറിയണം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അറിയണം, ആൻഡ് അത് എങ്ങനെയാണ് തുടക്കത്തിൽ സെറ്റ് ചെയ്യാൻ അറിയണം, ദെൻ അതിൻ്റെ തിയറി അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.